ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മധുബാണി പെയിൻറ്റിംഗ് ആണ്. മധുബാണി പെയിൻറ്റിങ്ങിൽ കച്നി സ്റ്റൈലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. നമ്മളിവിടെ ഒരു A5 സൈസിൻ്റെ ഒരു പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സർക്കിൾ വരയ്ക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് അങ്ങനെ എടുത്ത് വരയ്ക്കുക. പിന്നീട് നമുക്ക് സ്കെയിൽ വേണം, പെൻസിൽ വേണം, അത് നമുക്ക് ബോർഡർ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമുക്ക് കളറായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രഷ് പെന്നാണ്. അതിൽ റെഡ് അതുപോലെ തന്നെ ബ്ലാക്ക്, ഈ രണ്ട് കളർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഒരു വാട്ടർ പ്രൂഫ് ജെൽ പെൻ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആർട്ട് ലൈൻ്റെ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഡ്രോയിങ് പെൻ. അതിൻ്റെ നമുക്ക് സൈസ് പലതും അവൈലബിൾ ആണല്ലോ. അതുകൊണ്ട് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൽ ഒരുപാട് ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സർക്കിൾസ് ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്താണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീകോക്ക്, അതിന് കണ്ടിന്യൂഷനായിട്ടൊരു ഫിഷാണ് വരയ്ക്കുന്നത്. അങ്ങനെ ഒരു കോംബോ ആണ് നമ്മൾ വരച്ചെടുക്കാൻ പോകുന്നത്. അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് പെന്നൊക്കെ വെച്ച് ചെയ്ത് അതിനകത്ത് ഡിസൈനൊക്കെ ചെയ്തെടുക്കണം. നമുക്ക് എന്താണ് കച്നി സ്റ്റൈൽ എന്ന് നോക്കാം. കച്നി സ്റ്റൈൽ എന്ന് പറയുന്നത് മധുബാണിയുടെ തന്നെ ഒരു 5 സ്റ്റൈലിൽ ഒരു സ്റ്റൈലാണ് കച്നി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ലൈൻസ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. അധികം നമ്മൾ ഇതിൽ പാറ്റേൺ യൂസ് ചെയ്യുന്നത് ലൈൻസ് ആയിരിക്കും. 5 ലൈൻ വെച്ചിട്ടാണ് നമ്മളൊരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഇതിലധികം കളേഴ്സ് യൂസ് ചെയ്യുന്നില്ല. നമ്മളധികം ബ്ലാക്കിലാണ് ഇത് വരയ്ക്കുക. ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് ഡയറക്റ്റ് വരയ്ക്കുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ അതിൽ എക്സ്ട്രാ ഒരു കളറും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതധികം നമ്മൾ ചെയ്യുന്നത് റെഡ് വെച്ചിട്ടായിരിക്കും. ഈ ഒരു 2 കളേഴ്സ് മാത്രമാണ് ഇതിൽ അധികം കണ്ടുവരുന്നത്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മധുബാണി ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ ടൗൺ ആയിട്ടുള്ള രത്നി വില്ലേജിൽ നിന്നുമാണ് ഈ ഒരു പെയിൻറ്റിങ് ഒറിജിനേറ്റഡ് ആയിട്ടുള്ളത്. അവിടുത്തെ കയസ്ഥ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തു വരുന്നത്, ഈ ഒരു സ്റ്റൈൽ ഓഫ് പെയിൻറ്റിങ് ചെയ്തു വരുന്നത്. അവരുടെ ട്രഡീഷണൽ സ്റ്റൈലാണ് കച്നി സ്റ്റൈൽ എന്ന് പറയുന്നത്. മധുബാണിയിലെ കച്നി സ്റ്റൈൽ എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഈ ഒരു സ്റ്റൈലിൽ അധികമായിട്ടും കണ്ടുവരുന്നത് ആനിമൽസും ഫ്ലവേഴ്സും അതുപോലെ തന്നെ മറ്റ് നാച്ചുറൽ ആസ്പെക്ട്സുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കച്നി സ്റ്റൈലിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്, നമ്മുടെ സ്കെച്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഈ ഒരു പെൻ വെച്ച് കംപ്ലീറ്റ് വരച്ചെടുക്കണം. എപ്പോഴും ഡബിൾ ലൈൻ കൊടുക്കാൻ നോക്കുക, മറക്കാതെ ഇരിക്കുക അത്. കാരണം ഈ ഒരു സ്റ്റൈലിൽ പ്രത്യേകിച്ചും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പാറ്റേൺസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഡബിൾ ലൈൻ തന്നെ കൊടുക്കണം. കാരണം ഒരുപാട് ബ്ലാക്ക് വെച്ചിട്ട് ഒരുപാട് പാറ്റേൺസ് വരുന്നുണ്ട്. അത് എല്ലാം കൂടി ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണണം. ഈ ഒരു ഫിഷും അതുപോലെ തന്നെ പീക്കോക്കും എല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവണം അവിടെ എന്താണുള്ളതെന്ന്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പാറ്റേൺസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്.
മധുബാണി പെയിൻറ്റിങ് എന്നുള്ളത് ഒട്ടും തന്നെ സ്പേസ് കാണാത്തൊരു പെയിൻറ്റിങ് ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും എല്ലാ പോർഷനിലും നമ്മൾ പാറ്റേൺ അല്ലെങ്കിൽ പെയിൻറ്റ് കളർ വെച്ച് ഫില്ല് ചെയ്തെടുക്കണം. സോ ഇവിടെ നമുക്ക് കച്ചിനി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഓൺലി റെഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ പോർഷൻസിലും നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പാറ്റേൺ ചെയ്തെടുക്കണം. മെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ബോർഡർ ഏരിയ ഒന്ന് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കണം. സോ ആ ഒരു പോർഷൻ കൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുക്കുക. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കളറാണ്. ആ ഒരു കളറ് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ചെയ്തെടുക്കണം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക്